അപ്പോൾ ചൂടുള്ളൊരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് പുതിയ മാനദണ്ഡങ്ങളും പരിഷ്കാരങ്ങളും വന്നതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ യാതൊരു പരിശോധനയും ഇല്ലാതെ ലൈസൻസ് കിട്ടാൻ കർണാടകയിലേക്കൊന്ന് പോയാൽ മതി. ടെസ്റ്റ് മാത്രമല്ല, ഡ്രൈവിംഗ് അറിയാത്തവർക്കായി ഇവിടെ നിന്ന് ലൈസൻസും ലഭിക്കും. മലയാളികൾക്ക് വേണ്ടി കർണാടകയിൽ നിന്ന് ലൈസൻസ് സംഘടിപ്പിച്ച് നൽകുന്ന മാഫിയ സംഘങ്ങൾ കേരള കർണാടക അതിർത്തി നഗരങ്ങളിൽ സജീവമാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് പരിഷ്കാരങ്ങളും മാനദണ്ഡങ്ങളും കടുപ്പിച്ചതോടെ കർണാടകയിലേക്കായി ലൈസൻസ് എടുക്കാൻ എത്തുന്നവർ മലയാളികളാണ് ഭൂരിഭാഗവും. മോട്ടോർ വാഹന വകുപ്പിന്റെ യാതൊരുവിധ പരിശോധനകളുമില്ലാതെ ആർക്കു വേണമെങ്കിലും പണം കൊടുത്താൽ ലൈസൻസ് കർണാടകയിൽ നിന്ന് ലഭിക്കും. ആധാർ കാർഡും പണവും നൽകിയാൽ ലൈസൻസ് കിട്ടുമെന്നറിഞ്ഞ് കർണാടക ഹുൻസൂരിലെ RTO ഓഫീസിൽ ഞങ്ങളെത്തുമ്പോൾ വലിയൊരു ക്യൂ ആണ് ശ്രദ്ധയിൽപ്പെട്ടത്. മിക്കവരും ലൈസൻസിനായി കേരളത്തിൽ നിന്നെത്തിയ മലയാളികൾ. ലേണിംഗ് ലൈസൻസുമായി വരുന്ന ഏജന്റിന്റെ വരവിനെയും കാത്തുള്ള നിൽപ്പാണ്. ലൈസൻസ് എടുത്തു തരാൻ ഏജന്റുമാരുണ്ടോ എന്ന ചോദ്യത്തിന് കേരളത്തിൽ നിന്നെത്തിയ ഒരാൾ പറഞ്ഞ മറുപടി ഇങ്ങനെ: നമുക്കിത് കിട്ടിയിട്ട് നാട്ടിൽ നമ്മളെ പോലീസ് അറ്റം പിടിച്ചാലേ ഒരു കുഴപ്പമില്ല. എല്ലാവരും ഇവിടെ വന്നല്ലോ എടുക്കുന്നത്. അല്ല, അതോ കറക്റ്റ് തന്നെയാണോ? നമുക്ക് പൈസയും പോയി മാനവും ജയിലിൽ കിടക്കേണ്ടി ഇപ്പൊ മിക്കവരും നമ്മളവിടെ കൊണ്ടുപോകാൻ വരുവാന്നിരിക്കുന്നത് പറഞ്ഞു. അതെ, നമ്മൾ ഇതായിട്ട് ഇന്നലെ പോന്നാ. ഏജന്റുമാരെ സമീപിക്കാനായി ഞങ്ങളുടെ അടുത്ത ശ്രമം. ഡ്രൈവിംഗ് സ്കൂളിന്റെ മറവിൽ ലൈസൻസ് തരപ്പെടുത്തി കൊടുക്കുന്ന മിക്ക ഏജന്റുമാരുടെയും ലക്ഷ്യം മലയാളികളാണ്. ആധാർ കാർഡും രേഖകളും വാട്സാപ്പിലൂടെ അയച്ച് പണം ഗൂഗിൾ പേ ചെയ്താൽ ലൈസൻസ് തപാൽ വഴി വീട്ടിലെത്തും. 100-200 രൂപ അധികം നൽകുന്നവർക്ക് ലേണിംഗ് ലൈസൻസും ഏജന്റുമാർ തന്നെ തരപ്പെടുത്തി നൽകും. അവിടെ ഒരു പുള്ളിയുണ്ട്, പുള്ളിൻ്റെ അടുത്ത് ആ റെഡ് സാൻഡറിൻ്റെ അടുത്ത് ഒരു പുള്ളിയുണ്ട്, കുമാരൻ അവരുടെ പേര്. അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇവിടെ ടെസ്റ്റ് കാർഡ് അങ്ങനെയൊന്നുമില്ലേ, എന്തെല്ലാം കയറ്റത്ത് പിന്നെ നിർത്തിയിട്ട് വരാതെ എടുക്കണോ? ഇവിടത്തിന് എങ്ങനെയല്ലേ അത്ര പഠിച്ചായി. അപ്പുറത്ത് ഒരാളുണ്ടാവോ, അവനെ റിലീസാക്കോ, അവനെ ബ്രേക്ക് പിടിക്കോ, നീ സ്റ്റെയറിംഗ് പിടിച്ചാൽ മതി. അതേപോലെ നാട്ടിൽ കിട്ടൂല. അതിനിടെ മറ്റൊരാളെ കണ്ടു. പണമുണ്ടെങ്കിൽ 2 വീലറോ 3 വീലറോ 4 വീലറോ ഏത് ലൈസൻസ് വേണമെങ്കിലും കിട്ടുമെന്നായിരുന്നു അയാൾ പറഞ്ഞത്. കിട്ടിയാല് കൈക്കൂലി കൊടുത്താൽ എന്ത് വേണമെങ്കിൽ സാധിക്കാം. അതെ, എന്തൊക്കെയാ വേണ്ട, എന്തൊക്കെയാ കൊണ്ടുവന്ന് വെച്ചല്ലേ. ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ ആധാർ കാർഡ്, ഒരു ഫോട്ടോ. അപ്പൊ അവിടുന്ന് മറ്റേ ഒരു ചങ്ങായി പറഞ്ഞു, നമ്മളെ ഇവിടുത്തെ ID കാർഡ് വേണോ, അങ്ങനെ വേണോ? നമ്മളെ ചാമ്പ്യാലേ ഒന്നും വേണ്ട, ഇവിടുത്തെ ID കാർഡ് വേണം. ചേട്ടാ, ഇവിടുത്തെ ID കാർഡ് വേണമെങ്കിൽ ലോക്കൽ അഡ്രസ് വേണോ? അതങ്ങനെ ലോക്കൽ അഡ്രസ് എന്ന് വെച്ചാൽ എന്താ അറിയോ, ലോക്കൽ അഡ്രസ് വെച്ചാൽ നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് 5500 രൂപയ്ക്ക് ഇത് കിട്ടും. അഡ്രസ്സോ? ഇല്ല, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ഇല്ലെങ്കിൽ 13000 രൂപ കൊടുക്കേണ്ടി വരും. കുറച്ച് പൈസ പോയാലും നിങ്ങൾക്ക് നാട്ടിലത്തെ അഡ്രസ് ഇത് തന്നെ വന്നാൽ അതന്നെ പോരെ. ഇതിനിടയിൽ ഏജന്റുമാരിൽ പ്രധാനികളിൽ ഒരാൾ കയ്യിൽ ഒരു കെട്ട് കടലാസുമായി എത്തി. ചേട്ടാ, അവർക്കുള്ള ലേണിംഗ് ലൈസൻസ് കൊടുക്കാൻ ആരംഭിച്ചു. അതിനിടയിൽ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും ഏജന്റിന് മുന്നിലൂടെ കടന്നുപോയി. കേരളത്തിൽ നിന്ന് ലൈസൻസിനായി എത്തിയവരുടേതാണ്. പാലക്കാട് നിന്നും തിരുവനന്തപുരത്ത് നിന്നുമൊക്കെ സ്ത്രീകളും മധ്യവയസ്കരുമടക്കം നിരവധി പേർ ലൈസൻസിനായി എത്തിയിട്ടുണ്ട്.
വ്യാജമായ ലൈസൻസ് ആണോ പോലീസ് പിടിക്കുമോ എന്ന ഞങ്ങളുടെ സംശയത്തിന് മറുപടി നൽകിയത് നേരത്തെ കർണാടകയിൽ വന്ന ലൈസൻസ് എടുത്ത ഇത്തവണ ബന്ധുവിന് ലൈസൻസിനായി വന്നയാളാണ്. നമ്മളെ അവിടത്തെ പോലെ ലേണിങ് അതൊന്നുമില്ല ഇവിടെ. നിങ്ങള് പൈസ കൊടുത്തോ, ബില്ല് വാങ്ങിച്ചോ, പോയാ മതി. പിന്നെ അവര് അഡ്രസ്സിൽ വരുമോ? ലേണിങ് നിങ്ങളെ മൊബൈലിൽ വരുമോ, നിങ്ങൾ ലേണിംഗ് പാസ്സായിന്ന്, കണ്ണ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ പാസ്സായിന്ന് വരൂ. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധന കർശനമാക്കിയതോടെ ലൈസൻസിനായി കർണാടകയിലേക്കുള്ള മലയാളികളുടെ വരവും വർദ്ധിക്കുകയാണ്. വളഞ്ഞ വഴിയിലൂടെയാണെങ്കിലും ലഭിക്കുന്നത് ഒറിജിനൽ ലൈസൻസ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഇത് വരുത്തിവെക്കുന്നത് റോഡിൽ വലിയ അപകടങ്ങളായിരിക്കും. അതിനാൽ തന്നെ ഇരു സംസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെയേ ഇത്തരത്തിലുള്ള മാഫിയകളെ തടയാൻ കഴിയൂ. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ദീപക് മോഹൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ദീപക് മോഹൻ, വെരി ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയാണ് ദീപക്. നമ്മളിവിടെ ഗതാഗത ടെസ്റ്റ് പരിഷ്കരിക്കുമ്പോൾ മറുഭാഗത്ത് വളരെ അയഞ്ഞ് ഒരുപക്ഷെ ഒരു ടെസ്റ്റ് പോലും നടത്തേണ്ട, പൈസ കൊടുത്താൽ കാര്യം സാധിക്കാമെന്ന അവസ്ഥയിലാണ് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. കർണാടകയിൽ നമ്മൾ കണ്ട കാഴ്ചകൾ, കർണാടകയിൽ പല സ്ഥലങ്ങളിലും ഇത്തരം മാഫിയ സംഘങ്ങൾ സജീവമാണ് എന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇനിയിപ്പോൾ ഒരു വലിയ ഒഴുക്ക് അങ്ങോട്ടുണ്ടാവും. നമ്മുടെ ഈ റിപ്പോർട്ട് കണ്ടതോടുകൂടി ഒരു പക്ഷേ നാളെ മറ്റന്നാളുമൊക്കെ ഈ കൈക്കൂലി മാഫിയ സംഘങ്ങളിലേക്കൊരു വലിയ ആൾക്കാരുടെ ഒഴുക്കമാണ് ഉണ്ടാവാൻ പോകുന്നത്. എങ്ങനെ തടയാമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യവും. ഇത് കുറേ നാളായി തുടങ്ങിയതാണോ, ഇപ്പോൾ ഈ ഡിമാൻഡ് കൂടിയിട്ടുണ്ടോ ദീപക്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മോട്ടോർ വാഹന വകുപ്പിന്റെ യാതൊരുവിധ പരിശോധനയും ഇല്ലാതെ പണം അടച്ചു കഴിഞ്ഞാൽ ടെസ്റ്റുകളോ അത്തരത്തിലുള്ള ഒരു പരിശോധനയും ഇല്ലാതെ ലൈസൻസ് ലഭിക്കുമെന്ന് അറിഞ്ഞാണ് നമ്മൾ ഈ കർണാടക അതിർത്തിയിലെ മോട്ടോർ വാഹന വെഹിക്കിൾ ഓഫീസിലെത്തിയത്. അവിടെ എത്തിയ സമയത്ത് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. മിക്കവരും മലയാളികളാണ്. മാത്രമല്ല പകുതിയിലധികം ആളുകൾക്ക് പോലും വാഹനം ഓടിക്കാൻ അറിയുകയില്ല. വാഹനം ഓടിക്കാൻ അറിയാത്ത ആൾക്ക് വരെ ഇത്തരത്തിൽ 2 വീലറും 4 വീലറും ഹെവിയും അടക്കമുള്ള ലൈസൻസ് അവിടെ സംഘടിപ്പിച്ച് നൽകുന്നുണ്ട്. ഇതിന് പിന്നിൽ അവിടെ പ്രവർത്തിക്കുന്നത് അവിടെയുള്ള ഒരു മോട്ടോർ ഡ്രൈവിംഗിന്റെ ആളുകളും അതോടൊപ്പം ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന വലിയൊരു മാഫിയ സംഘവുമാണ്. മാത്രമല്ല മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന്റെ കർണാടകയിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒത്താശയും ഇതിന് പിന്നിലുണ്ട്. 5000 രൂപ മുതൽ 15000 രൂപ വരെ ആളുകൾക്കനുസരിച്ചാണ് അവർ ഇത്തരത്തിൽ പണം ഇവരുടെ ആളുകളുടെ പക്കൽ നിന്ന് ഈടാക്കുന്നത്. മാത്രമല്ല നമ്മൾ അവിടെ എത്തിയ സമയത്ത് കണ്ട ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യം, ഇത്തരത്തിൽ കേരളത്തിൽ ഒരു വാഹനാപകടത്തിൽപ്പെട്ട ഒരു ഡ്രൈവർ, അദ്ദേഹത്തിന്റെ മുഖത്ത് തുന്നലുകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹവും അവിടെ ലൈസൻസിനായി എത്തിയിരുന്നു. അതായത് പിന്നീട് കേസുണ്ടാവുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ലൈസൻസ് ഇല്ല, ആ സമയത്ത് ലൈസൻസ് ഉണ്ട് എന്നുള്ളത് വ്യാജമായി ലൈസൻസ് ലഭിക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പണം ഗൂഗിൾ പേയിൽ അടച്ച് നമ്മുടെ ആധാർ കാർഡും മറ്റു രേഖകളും വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഒരു തവണ മാത്രം ഈ RTO ഓഫീസിലെത്തി നമ്മുടെ കാഴ്ചശക്തി, അതായത് കണ്ണിന്റെ ടെസ്റ്റും അതോടൊപ്പം ഫിംഗർ പ്രിന്റും ഫോട്ടോയും നമ്മൾ എടുത്ത് നൽകി കഴിഞ്ഞാൽ പിന്നീട് ഒരു മാസത്തിനകം, അതായത് 3 മാസം കാലാവധിയാണ് ഇവർ പറയുന്നത്, പിന്നീട് 1 മാസത്തിന് ശേഷം വീട്ടിലേക്ക് ലൈസൻസ് എത്തുമെന്നാണ് അവിടെ എത്തിയപ്പോൾ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല ഒരു തരത്തിലുള്ള നിയമ ലംഘനവും ഇവിടെ ഇല്ല എന്നും അവർ നമ്മളോട് പറഞ്ഞു. അതായത് കഴിഞ്ഞ വർഷങ്ങൾ 100% കാഴ്ചശക്തി ഇല്ലാത്ത ആളുകൾക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് പെട്ടുപോകേണ്ടത് കരുതി മാത്രമായിരിക്കും. ബാക്കി എല്ലാ കണ്ടീഷൻസും ഓക്കെ ആവും. ഒന്ന് കാണുക, അവർക്ക് കുഴപ്പമൊന്നുമില്ല, മറ്റ് അനാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, കാഴ്ചയുണ്ട് എങ്കിൽ ലൈസൻസ് കിട്ടുന്ന അവസ്ഥയാണ്. അത് മാത്രമല്ല ഈ അംഗപരിമിതി ഉള്ള ആളുകൾക്ക് വരെ ഇവിടെ നിന്ന് ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ലൈസൻസിന്റെ നിയന്ത്രണങ്ങളും പരിഷ്കാരങ്ങളും കേരളത്തിൽ കൂടുതൽ കടുപ്പിച്ചതോടുകൂടി കർണാടകയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കൂടുന്നുണ്ട്. സാധാരണഗതിയിൽ 5000 രൂപയാണ് അവിടെ 2 വീലർ 4 വീലർ ലൈസൻസ് ലഭിക്കുന്നതിനായി സാധാരണ ഈടാക്കുന്ന ന്യായമായ തുക. പക്ഷേ ഈ കേരളത്തിൽ നിന്നുള്ള ആളുകൾ എത്തുന്ന സമയത്ത് അവരുടെ ആളുകൾ നോക്കി 5000 മുതൽ 15000 വരെ ഇത്തരത്തിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഇടനിലക്കാർക്ക് ഉൾപ്പെടെയുള്ള കമ്മീഷൻ ഉൾപ്പെടെയാണ് ഇവർ ഈ പൈസ ഈടാക്കുന്നത്. നമ്മുടെ ക്യാമറാമാൻ, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിയാണ് അവിടെ എത്തി ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. മാത്രമല്ല ഈ മോട്ടോർ വെഹിക്കിൾസിന്റെ ഓഫീസിൽ നമ്മൾ എത്തിയ സമയത്ത്, RTO ഓഫീസിൽ എത്തിയ സമയത്ത് അവിടെയുള്ള ഒരു സംവിധാനം എന്ന് പറയുന്ന ഒരു ഗുണ്ട സംഘ അധോലോക സെറ്റപ്പിലുള്ള ഒരു സംവിധാനമായിരുന്നു. ജീവന് വരെ ഭീഷണിയുള്ള ഒരു സ്ഥലത്തെത്തിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തി മടങ്ങിയത്. പിന്നീട് നമ്മൾ എത്തി ലൈസൻസിനായി അപേക്ഷ നൽകാമെന്ന് പറഞ്ഞവരെ വിശ്വസിപ്പിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് നമ്മൾ മടങ്ങിയത്. ഏതായാലും ഇത് വലിയ ഒരു മാഫിയ തന്നെയാണ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ മറ്റു ജില്ലകൾ, അതായത് കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, പാലക്കാട്, വയനാട് തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ച് പിന്നിലുണ്ട്. അവിടെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ
പൈസ കൊടുത്താൽ പോകേണ്ടതില്ല. ഒരു തവണ മാത്രം നിങ്ങൾ പോവുക. നിങ്ങൾ സമ്പൂർണ്ണമായിട്ടും നിങ്ങളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രം തെളിയിക്കുക. വിരലടയാളം കൊടുക്കുക. നിങ്ങൾ മടങ്ങുക. 8 ഈ പറയുന്ന ഗ്രേഡിയൻ പാർക്കിങ്ങോ ആംഗുലർ പാർക്കിങ്ങോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പൈസ കൊടുക്കുക, ലേണേഴ്സ് ടെസ്റ്റ് വീട്ടിൽ വരും. അതിനുശേഷം ഒരു തവണ മാത്രം നേരിട്ട് പോവുക. അങ്ങനെയാണോ? 2 തരത്തിലാണ് അരുൺകുമാർ ഇവിടെ പ്രത്യേകമായും ലൈസൻസ് നൽകുന്നത്. ഒന്ന്, 5000 രൂപ മുതൽ 7000 രൂപ വരെ ആദ്യം അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ രേഖകളും ഈ ആധാർ കാർഡും നമ്മുടെ ഫോട്ടോയും നൽകി കഴിഞ്ഞാൽ പിന്നീട് 1 മാസത്തിന് ശേഷം അവിടെ എത്തുക. അന്ന് നമ്മുടെ ഈ കണ്ണിന്റെ കാഴ്ചശക്തി, അതോടൊപ്പം ഫോട്ടോ, ഫിംഗർ പ്രിന്റ് തുടങ്ങിയവ ഈ RTO ഓഫീസിൽ ഈ ഡ്രൈവറുടെ ഈ ഏജന്റിന്റെയും അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടുകൂടി അവിടെ നമ്മൾ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് 1 മാസത്തിന് ശേഷം വീട്ടിലേക്ക് ലൈസൻസ് തപാലിലെത്തും. അങ്ങനെയാണ് അതാണ് ഒരു പ്രാവശ്യം അങ്ങനെയാണ് ഒരു തരത്തിൽ അവർ ലൈസൻസ് ലഭ്യമാക്കുന്നത്. മറ്റൊരു തരത്തിൽ മുഴുവൻ തുകയുടെ കൂടെ 2000 രൂപ കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ആയി നൽകി ഈ രേഖകൾ വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം നമ്മൾ ഒന്നും അറിയണ്ട, ടെസ്റ്റിന് പോലും ഹാജരാകാതെ കൃത്യമായി ലൈസൻസ് തപാലിൽ നമ്മുടെ വീട്ടിലെത്തിക്കും. ഇങ്ങനെ 2 തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ അപകടത്തിൽപ്പെട്ട് അശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുകയോ മദ്യപിച്ച വാഹനം ഓടിച്ച് മറ്റുള്ളവരുടെ മരണത്തിനിടയാക്കുകയോ ചെയ്ത അപകടങ്ങളിൽപ്പെട്ടവരുടെ പോലും ലൈസൻസ് ചിലപ്പോൾ കേരളത്തിൽ കട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് ലൈസൻസ് കട്ട് ചെയ്യുന്നവർക്ക് ഈ കർണാടക സർക്കാരിൽ നിന്ന് ഈ ലൈസൻസ് കിട്ടുമെന്നുള്ളതും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ ദീപക്? ഒരു നിമിഷം, ദീപകിന്റെ ആയിട്ടുള്ള ഒരു ആശയവിനിമയത്തിൽ ഒരു ചെറിയ സാങ്കേതിക തടസ്സം നേരിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നിങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടെങ്കിൽ ലൈസൻസ് കിട്ടുമെന്ന അവസ്ഥയിലാണ് കർണാടകയിലെ കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് കേൾക്കാമെങ്കിൽ ദീപകിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയൊരു സാങ്കേതിക തടസ്സം ഉണ്ടായിരിക്കുന്നു. ദീപക് പുറത്തുവിട്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളും വാർത്തയും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ലൈസൻസ് ഇവിടെ അപകടമുണ്ടാക്കി കട്ട് ചെയ്തവർക്ക് പോലും വേണമെങ്കിൽ കർണാടകയിൽ പോയി ലൈസൻസ് സംഘടിപ്പിച്ചു കൊണ്ടുവരാം. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ ലൈസൻസ് കൊണ്ടുവരും അവിടുത്തെ MVDയുടെ സഹകരണത്തോടു കൂടി എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള മാഫിയ സംഘം കേരളത്തിൻ്റെയും കർണാടകയുടെയും അതിർത്തികളിൽ സജീവമായി വിലസിക്കൊണ്ടിരിക്കുകയാണ്. 5000 രൂപ മുതൽ 15000 രൂപ വരെ കൊടുക്കുക. 5000 രൂപ ഗൂഗിൾ പേയിൽ ടിങ് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ആധാർ കാർഡ് ടിങ് അയച്ചു കൊടുക്കുക. ടിങ് എന്ന് പറഞ്ഞിട്ട് ലേണേഴ്സ് ലൈസൻസ് വരും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളവിടെ പോവുക, കാഴ്ചശക്തിക്ക് കുഴപ്പമില്ല എന്ന് തെളിയിക്കുക, നിങ്ങൾക്ക് ലൈസൻസ് ടിങ് എന്ന് വീട്ടിൽ വരും. ഇത്രയേ ഉള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റ് കർണാടകയിൽ നടക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇവരൊക്കെ ഓടിക്കുന്ന വാഹനം വരുമ്പോൾ ആ വഴിയിലൊക്കെ നിൽക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്ന് പ്രേക്ഷകർ ആലോചിച്ച് നോക്കൂ. ഇത് 2 സംസ്ഥാനങ്ങളുടെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ചേർന്ന് നടപ്പാക്കേണ്ടതാണ്. ഇനി അക്കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഈ വിവരം നമ്മൾ സർക്കാരിനെ അറിയിക്കുന്നു. ഒപ്പം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിലും പെടുത്തുന്നു. ഇവിടെ ഇങ്ങനെ മുറുക്കുമ്പോൾ മറ്റേടത് അയഞ്ഞ് അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ദീപക്, ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു ദീപക്. അതായത് അപകടമുണ്ടാക്കി മരണത്തിന് വരെ കാരണമായേക്കാവുന്ന അശ്രദ്ധ മൂലം വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ ഈ നമ്മുടെ കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കട്ട് ചെയ്ത ആളുകൾക്ക് പോലും കർണാടകയിൽ പോയി ലൈസൻസ് എടുക്കാം എന്നുള്ളത് അത്യന്തം അപകടകരമായ ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ ദീപക്? തീർച്ചയായും അരുൺകുമാർ, ഇത് നമ്മൾ നേരത്തെ ഈ ലൈസൻസ് നൽകുന്നവരുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു നിയമപരമായ ഒരു ലംഘനവും ഇവിടെ നടക്കുന്നില്ല. ഓൾ ഇന്ത്യ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന രീതിയിലാണ് ലൈസൻസ് തരുന്നത് എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഈ വാഹനം ഓടിക്കാൻ അറിയാത്ത ആളുകൾ, അതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം. വാഹനം ഓടിക്കാൻ അറിയാത്ത ആളുകൾക്ക് ഇത്തരത്തിൽ 2 വീലറിന്റെയും 4 വീലറിന്റെയും ലൈസൻസ് നൽകിയാൽ ഒരുപക്ഷെ റോഡിൽ കൂടുതൽ അപകടങ്ങൾ വരുത്തിവെക്കാൻ തന്നെ കാരണമാകും ഇത്. അതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാഹനം ഓടിക്കാൻ അറിയാത്ത ആളുകൾക്ക് ഒരു തരത്തിലുള്ള പരിശോധനകളും മോട്ടോർ വാഹന വകുപ്പ് നടത്താതെ ലൈസൻസ് നൽകുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അരുൺകുമാർ. ഓക്കെ ദീപക്, താങ്ക് യു ദീപക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.